15 വർഷം മുൻപ് ആലപ്പുഴ മാന്നാറിൽ നിന്ന് കാണാതായ കല എന്ന പെൺകുട്ടിയെ കൊന്നു കുഴിച്ചു മൂടിയെന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. സംഭവത്തിൽ കാണാതായ യുവതി കലയുടെ ഭർത്താവ് അനിൽകുമാറിന്റെ ബന്ധുക്കൾ ഉൾപ്പെടെ 4 പേരെ നിലവിൽ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇതിൽ ചില പ്രധാനപ്പെട്ട മൊഴികൾ ലഭിച്ചിട്ടുണ്ട്. തുണി കഴുത്തിൽ ചുറ്റിയാണ് കൊലപാതകം നടത്തിയത് എന്ന് കസ്റ്റഡിയിലുള്ളവർ പോലീസിന് മൊഴി നൽകി. ഈ മൊഴിയുടെ വിശദാംശങ്ങൾ 24 അല്പസമയം മുൻപാണ് പുറത്തുവിട്ടത്. മൃതദേഹം കാറിൽ കൊണ്ടുവന്നത് കണ്ടുവെന്നും ഇവർ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. അതായത് കാറിൽ വെച്ച് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതാകാം എന്നൊരു നിഗമനത്തിലേക്ക് ഇപ്പോൾ ഈ ഘട്ടത്തിൽ പോലീസ് എത്തിച്ചേരുന്നുണ്ട്. പിന്നീട് എവിടെയാണ് കുഴിച്ചു മൂടിയത് എന്നുള്ളതിന്റെ സംശയം അത് സെപ്റ്റിക് ടാങ്കിലേക്ക് എത്തിച്ചിരിക്കുന്നു. ഇപ്പോൾ പരിശോധന നടത്തുകയാണ്. ഇവിടെയാണ് ഇവരെ കുഴിച്ചു മൂടിയത് എന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന. AV ജയശങ്കർ വിശദാംശങ്ങളുമായുണ്ട്. ജയശങ്കർ, നിലവിൽ ഈ പരിശോധന പുരോഗമിക്കുന്നത് എങ്ങനെയാണിത്? ഇത്രയും വർഷം മുൻപ് നടന്ന ഒരു സംഭവമായതുകൊണ്ട് തന്നെ ശ്രമകരമായൊരു ദൗത്യം പോലീസിന് മുന്നിലുണ്ട്. ഏറ്റവും പുതിയ വിശദാംശങ്ങൾ എങ്ങനെയാണ്? അതായത് പോലീസിന് മുന്നിലുള്ളത് ഈ നിലവിൽ കസ്റ്റഡിയിലുള്ള ആളുകൾ നൽകിയ ഈ അനിൽകുമാറിൻ്റെ ബന്ധുക്കൾ നൽകിയ മൊഴികൾ മാത്രമാണ്. ഈ മൊഴികൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണത്തിൻ്റെ ഭാഗമായാണ് നിലവിൽ അനിൽകുമാറിൻ്റെ പുതിയ വീടിന് സമീപമുള്ള സെപ്റ്റിക് ടാങ്ക് പോലീസ് പൊളിച്ച് പരിശോധിക്കുന്നത്. നിലവിൽ ഈ സെപ്റ്റിക് ടാങ്കിൻ്റെ മുകൾ ഭാഗം മറ്റും മാറ്റിക്കൊണ്ടുള്ള ഒരു പരിശോധനയാണ് പോലീസ് നടത്തി വരുന്നത്. ഇനി ഇതിനുള്ളിലെ മാലിന്യവും മറ്റും നീക്കി വിശദമായ പരിശോധന നടത്തിയാൽ മാത്രമേ ഈ മൃതദേഹവുമായി ബന്ധപ്പെട്ട അസ്ഥികൂടങ്ങളും മറ്റും ഉണ്ടോ എന്ന കാര്യം സ്ഥിരീകരിക്കാനാകൂ. അതിന് കുറച്ചുകൂടി മണിക്കൂറുകൾ എടുക്കും. കാരണം 15 വർഷത്തോളം പഴക്കമുള്ള ഒരു സംഭവമാണ്. 15 വർഷം മുമ്പ് ഒരാളെ ഇട്ടതാണ്. അത്രയും വർഷങ്ങൾ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വലിയ പരിശോധന ആവശ്യമുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങൾ പോലീസ് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടുള്ള പരിശോധന നിലവിൽ പുരോഗമിക്കുകയാണ്. പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള ഔദ്യോഗിക പ്രതികരണത്തിനും തൽക്കാലം ഇല്ല എന്നൊരു നിലപാടാണ് പോലീസ് സ്വീകരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ 3 മാസത്തിനുള്ളിൽ പോലീസിന് ലഭിച്ച 2 ഊമക്കത്തുകളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ ഒരു അന്വേഷണം ഇവിടെ എത്തി നിൽക്കുന്നത്. 2 ആഴ്ച മുമ്പാണ് പോലീസിന് ഇത്തരത്തിൽ അനിൽകുമാറിൻ്റെ വീടിൻ്റെ സെപ്റ്റിക് ടാങ്കിൽ ഈ മൃതദേഹം ഉണ്ടെന്നൊരു വിവരം പോലീസിന് ലഭിക്കുന്നത്. അതിന് പിന്നാലെയാണ് ഇന്നലെ വൈകുന്നേരത്തോടുകൂടി ഈ സെപ്റ്റിക് ടാങ്ക് പൊളിച്ച് പരിശോധിക്കാനുള്ള ഒരു നടപടിക്രമങ്ങൾ പോലീസ് കൃത്യമായി ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ പൂർത്തീകരിക്കുകയും ഇന്ന് പ്രദേശത്ത് എത്തുകയും ചെയ്യുന്നത്. പോലീസ് എത്തുന്നവരെ ഈ നാട്ടുകാർക്കോ ബന്ധുക്കൾക്കോ ഇത്തരത്തിൽ ഈ സംഭവത്തെക്കുറിച്ചുള്ള ഒരു തരത്തിലുള്ള വിവരവും ലഭിച്ചിരുന്നില്ല എന്നതും നിർണായകമാണ്. അതുകൊണ്ട് തന്നെ പോലീസ് അതീവ രഹസ്യമായി ഇത്രയും നാൾ കഴിഞ്ഞ 3 മാസത്തോളം നടത്തിയ ഒരു അന്വേഷണം അത് അതിൻ്റെ മറ്റൊരു ഘട്ടത്തിലേക്ക് എത്തുന്നു. ഈ കല എന്ന പെൺകുട്ടിയുടെ തിരോധാനം ഈ സെപ്റ്റിക് ടാങ്കിൽ നിന്ന് മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിച്ചാൽ ഒരു കൊലപാതകമായി മാറും. പിന്നീട് കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും നിർണായകമാക്കുക ഈ അനിൽകുമാറിനെ ചോദ്യം ചെയ്യുക, ഇയാളെ കസ്റ്റഡിയിൽ എടുക്കുക എന്നതാണ്. ഈ വിദേശത്താണ് നിലവിൽ ഈ അനിൽകുമാർ ഉള്ളത്. അതുകൊണ്ട് തന്നെ അയാളെ നാട്ടിലെത്തിക്കേണ്ടത് ഏറെ കടമ്പയാണ് പോലീസിനെ സംബന്ധിച്ച്. അതിനുള്ള നടപടിക്രമങ്ങൾ ജില്ലാ പോലീസ് മേധാവി തന്നെ നേരിട്ട് സംസ്ഥാന പോലീസ് മേധാവിയായി കൂടിയാലോചിച്ച് ആരംഭിച്ചു എന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. ഇയാളെ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയവുമായി ഉൾപ്പെടെ ബന്ധപ്പെട്ടുകൊണ്ട് ഇയാളെ എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കാനുള്ള ഒരു നടപടിയാണ് പോലീസ് നിലവിൽ ആലോചിക്കുന്നത്. കാരണം ഇസ്രായേലുമായും മറ്റും ഇന്ത്യക്ക് നയതന്ത്ര ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരാളെ അവിടെ നിന്ന് ഇങ്ങോട്ട് എത്തിക്കാൻ സർക്കാരിനെ സംബന്ധിച്ച് വിദേശകാര്യ മന്ത്രാലയത്തെ സംബന്ധിച്ച് സാങ്കേതിക നടപടിക്രമങ്ങൾ മാത്രം പൂർത്തീകരിച്ചാൽ മതി. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ഇനി അനിൽകുമാറിനെ ചോദ്യം ചെയ്യുക എന്നുള്ളത്, അനിൽകുമാറിൻ്റെ വേർഷൻ കേൾക്കുക എന്നുള്ളത് നിർണായകമാണ്. കാരണം ഈ കസ്റ്റഡിയുള്ള ബന്ധുക്കളും മറ്റും ഇത്തരത്തിൽ കൊലപാതകം നടത്തി ഇത്തരത്തിൽ ചില സംഭവങ്ങൾ കണ്ടു എന്നുള്ള മൊഴികളാണ് നൽകിയിരിക്കുന്നത്. എന്തിനീ കൊലപാതകം നടത്തിയെന്നറിയുന്ന ഒരേ ഒരാൾ നിലവിലെ പോലീസിൻ്റെ നിഗമനമനുസരിച്ച് അനിൽകുമാർ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഇനി ഈ കേസിൽ അനിൽകുമാറിനെ ചോദ്യം ചെയ്യുക, അനിൽകുമാറിനെ കസ്റ്റഡിയിലെടുക്കുക എന്നത് തന്നെയാണ് നിർണായകം. എന്തായാലും ഈ സെപ്റ്റിക് ടാങ്ക് തുറന്നുള്ള പരിശോധനയിൽ ഈ മൊഴികളിൽ പറയുന്നത് പോലെ മൃതദേഹ അവശിഷ്ടങ്ങൾ ലഭിച്ചാൽ മാത്രമായിരിക്കും ഈ ഒരു കേസ് മുന്നോട്ട് പോവുക. ഈ കേസിൽ ഏറ്റവും നിർണായകം ആ തെളിവാണ്. കലയുടെ മൃതദേഹാവശിഷ്ടങ്ങൾ എന്ന ഈ ടാങ്കിൽ നിന്ന് ലഭിക്കുക എന്നത് തന്നെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും നിർണായകമായ കാര്യം. അയച്ചതാരാണ് എന്നതിൻ്റെയൊക്കെ വിവരങ്ങൾ എന്തെങ്കിലും പോലീസ് പുറത്തുവിടുന്നുണ്ടോ? നേരത്തെ ജയശങ്കർ പറയുന്നുണ്ടായിരുന്നു ഒരു വിവരവും പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് ഔദ്യോഗികമായി സ്ഥിരീകരിക്കാനോ പങ്കുവെക്കാനോ തയ്യാറായിട്ടില്ല എന്ന്. പക്ഷെ നമുക്ക് എന്തെങ്കിലും അറിയാൻ കഴിയുന്നുണ്ടോ? ആരാണ് ഊമക്കത്തിന് പിന്നിൽ?
അതായത് നമ്മൾ ജില്ലാ പോലീസ് മേധാവി ഉൾപ്പെടെയുള്ള ആളുകളെയും ഇതുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചു. പക്ഷേ അവരൊന്നും പതിവിൽ നിന്ന് വ്യത്യസ്തമായി കൂടുതൽ വിവരങ്ങൾ പുറത്തു പറയാത്തൊരു സാഹചര്യമാണ്. അന്വേഷണം നടക്കട്ടെ, സെപ്റ്റി ടാങ്കിൽ നിന്നും എന്തെങ്കിലും ലഭിക്കട്ടെ, അതിനുശേഷം ഞങ്ങൾ പൂർണ്ണമായ വിവരങ്ങൾ പങ്കുവെക്കാമെന്നൊരു നിലപാടാണ് അവർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കുന്നത്. കഴിഞ്ഞ 3 മാസത്തോളമായി പോലീസ് വളരെ മികച്ച രീതിയിൽ ആലപ്പുഴ പോലീസ് നടത്തിയ ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ നടത്തിയ ഒരു അന്വേഷണം, ഒരു പുനരന്വേഷണം ആണ് ഇനി സെപ്റ്റി ടാങ്കിന് മുന്നിൽ എത്തി നിൽക്കുന്നത്. ഇനി ആ സെപ്റ്റി ടാങ്കിനുള്ളിൽ നിന്ന് കിട്ടുന്ന തെളിവുകൾ, മൃതദേഹാവശിഷ്ടങ്ങൾ തന്നെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറെ നിർണായകമാവുക. ഈ ഊമക്കത്ത് അയച്ച ആളുകളെ സംബന്ധിച്ച് പോലീസിന് ഇതുവരെ വിവരം ലഭിച്ചിട്ടില്ല. പക്ഷേ പോലീസിൻ്റെ അനുമാനം അനുസരിച്ച് ഈ സംഭവം കൃത്യം നടക്കുന്ന ഘട്ടത്തിൽ പ്രദേശത്തുണ്ടായിരുന്ന ബന്ധുക്കളോ നാട്ടുകാരോ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അറിയാവുന്ന കാര്യങ്ങൾ വ്യക്തമായി അറിയാവുന്ന ആരോ ആണ് ഇതിന് പിന്നിൽ എന്ന് തന്നെയാണ് പോലീസിൻ്റെ നിലവിലെ നിഗമനം. ഈ കത്തുമായി ബന്ധപ്പെട്ട ആളെ കണ്ടെത്താനുള്ള ഒരു ശ്രമവും പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ട്. എന്തായാലും ഇനി പോലീസിൻ്റെ അടുത്ത തുടർ നടപടികൾ എന്ന് പറയുന്നത് ഈ പഴയ തിരോധാന കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എടുക്കുക. ഇതിന് സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുടെ പോലീസ് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. സ്പെഷ്യൽ ബ്രാഞ്ച് ഉൾപ്പെടെ ഈ വിഷയത്തിൽ കൃത്യമായ അന്വേഷണം നടത്തുന്നുണ്ട്. ഒപ്പം തന്നെ ഈ 15 വർഷം മുമ്പ് FIR രജിസ്റ്റർ ചെയ്യുന്ന ഘട്ടത്തിലുള്ള അന്വേഷണ ഉദ്യോഗസ്ഥന് ഉൾപ്പെടെയുള്ള ആളുകളെ ഈ കേസുമായി ബന്ധപ്പെട്ട് അവരുടെ ഉൾപ്പെടെ വിവരങ്ങൾ ശേഖരിക്കേണ്ടതുണ്ട്. അത്തരം നടപടികളും പോലീസ് ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. അത്തരത്തിൽ സമഗ്രമായി എല്ലാ തലത്തിലും ഉള്ള ഒരു അന്വേഷണം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മുമ്പോട്ട് പോകുന്നുണ്ട്. നിലവിൽ ഈ സെപ്റ്റി ടാങ്ക് കൊണ്ടാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ മറ്റും കാണാം. സെപ്റ്റി ടാങ്കിനുള്ളിലെ മാലിന്യം നിലവിൽ നീക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏറെ പരിശ്രമമായൊരു ദൗത്യമാണ് പോലീസിനെ സംബന്ധിച്ച്. ഈ ദൗത്യത്തിനൊടുവിൽ ഇതിൽ നിന്ന് മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിച്ചാൽ മാത്രമായിരിക്കും ഇതൊരു കൊലപാതകം എന്ന തലത്തിലേക്ക് മാറുക. അത്തരത്തിൽ തെളിവുകൾ, മൊഴികളുടെ അടിസ്ഥാനത്തിലുള്ള തെളിവുകൾ ലഭിക്കുന്നുണ്ടോ? ആ തെളിവുകൾക്ക് വേണ്ടിയാണ് പോലീസ് നിലവിൽ കാത്തിരിക്കുന്നത്. ആ തെളിവുകൾ ലഭിച്ചാൽ കേരള മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ഒരു വലിയ കൊലപാതകത്തിന്റെ കഥയായിരിക്കും പുറം ലോകത്തേക്ക് തീർച്ചയായിരിക്കും വരിക. ആലപ്പുഴ വർഷം മുൻപ് കാണാതായ കല എന്ന പെൺകുട്ടി അന്ന് 20 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിയുടെ 2ാം വിവാഹമായിരുന്നു എന്നതാണ്. അനിൽകുമാറുമായുള്ള 2ാം വിവാഹം, 2 പേരുടെയും 2ാം വിവാഹമായിരുന്നു. എന്നാൽ പിന്നീട് ഇപ്പോൾ ഒരു ഊമക്കത്ത്, അത് 2 ഊമക്കത്തുകളാണ് പോലീസിന് ലഭിച്ചിട്ടുള്ളത്. ആദ്യ ഊമക്കത്ത് 2 മാസം മുൻപ്, പിന്നീട് 2 ആഴ്ച മുൻപ് മറ്റൊരു ഊമക്കത്ത്. സെപ്റ്റിക് ടാങ്കിൽ മൃതദേഹമുണ്ട് എന്ന സൂചന 2ാമത് വന്ന ഊമക്കത്തിലാണ് ഉണ്ടായിരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് പരിശോധന നടക്കുന്നത്. ഇതൊരു കൊലപാതകമാണ് എന്ന നിഗമനത്തിലേക്കൊക്കെ പോലീസ് തൽക്കാലം എത്തിയിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. കാരണം പോലീസ് ഒരു കാര്യവും ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. എന്നാൽ പരിശോധന നടത്തുന്നുണ്ട്. ഈ ഊമക്കത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള പരിശോധനയാണ്. ഞങ്ങളുടെ പ്രതിനിധികൾ തത്സമയ വിവരങ്ങളുമായുണ്ട്. മനീഷ് മഹിപാൽ കൂടി തത്സമയമുണ്ട്. മനീഷ്, ഈ ഊമക്കത്തിൽ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പരിശോധനയാണ്. ഇപ്പം നിലവിൽ 4 പേരാണ് പോലീസിൻ്റെ കസ്റ്റഡിയിലുള്ളത്. ഇത് അനിൽകുമാറിൻ്റെ അടുത്ത ബന്ധുക്കളാണ് എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളതും. ഇവരുടെ മൊഴിയുടെ വിശദാംശങ്ങളൊക്കെ നമ്മൾ പുറത്തുവിട്ടിട്ടുണ്ട്. ഇവരുമായി ബന്ധമുള്ള ആരെങ്കിലും ആണോ ഊമക്കത്ത് അയച്ചത്? അതൊക്കെ കൊണ്ടാണോ ഇത്ര കൃത്യമായി തന്നെ കാര്യങ്ങൾ പറയാൻ കഴിയുന്നത്? എങ്ങനെയാണ് പോലീസ് ഈ പ്രതികൾ ആണോ എന്ന് നമുക്കറിയില്ല, ഇപ്പോൾ കസ്റ്റഡിയിലുള്ള ആളുകൾ, അവരിലേക്ക് എങ്ങനെയാണ് പോലീസ് എത്തിച്ചേർന്നത്? നിലവിൽ ഇത് സംബന്ധിച്ചിട്ടുള്ള ഒരു വിവരവും പോലീസ് ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടില്ല. അനൗദ്യോഗികമായി ലഭിക്കുന്ന ചില വിവരങ്ങളാണ്. അതുകൊണ്ട് തന്നെ പ്രാഥമികമായി നമ്മൾ പുറത്തുവിടുന്ന വിവരങ്ങളിൽ ഒക്കെ തന്നെ പലപ്പോഴും പല തിരുത്തലുകളും നമുക്ക് കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. കാരണം ഇത് സംബന്ധിച്ച് ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ ഒരു വിവരവും പുറത്തുവിടാൻ തയ്യാറല്ല. ഈ ഇതൊരു കൊലപാതകമാണെന്ന് പോലീസ് ഏറെക്കുറെ ഉറപ്പിക്കുമ്പോഴും പോലീസിന് ഇത് സംബന്ധിച്ചുള്ള തെളിവുകളാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെ ഇസ്രായേലിലുള്ള അനിൽകുമാറിനെ നാട്ടിലെത്തിക്കുക. ഈ അന്വേഷണം പോലീസ് തുടങ്ങുന്നത് 2 ആഴ്ചയ്ക്ക് മുൻപാണ്. പക്ഷേ 2 മാസങ്ങൾക്ക് മുൻപാണ്. പക്ഷേ 2 ആഴ്ചയ്ക്ക് മുൻപ് ഈ മൃതദേഹം എവിടെയുണ്ട് എന്നതടക്കമുള്ള കൃത്യമായ വിവരം ഊമക്കത്തിലൂടെ ലഭിച്ചതോടുകൂടിയാണ് ഈ കേസിന്റെ ഗൗരവം കൂടുതൽ പോലീസിന് മനസ്സിലാകുന്നത്. ഈ ഇസ്രായേലിലുള്ള അനിൽകുമാറിനെ നാട്ടിലേക്ക് എത്തിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു കൊലപാതക വിവരം അല്ലെങ്കിൽ ഈ കാണാതായതിന്റെ സംബന്ധിച്ചുള്ള ചുവട് പിടിച്ചുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നാട്ടിലെത്തിക്കുന്നത് എന്ന രീതിയിലല്ലാതെ ബന്ധുക്കൾ മുഖേന സ്വാഭാവികമായി നാട്ടിലെത്തിക്കേണ്ട ഒരു രീതിയിലേക്ക് പോലീസ് കൊണ്ടുവരികയായിരുന്നു. അല്ലെങ്കിൽ ഇയാൾ ഏതെങ്കിലും രീതിയിൽ ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പലതും പഠിച്ച ശേഷം മൊഴികൾ മാറ്റും, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കേസ് അട്ടിമറിക്കാനുള്ള ആസൂത്രണം നടത്തും. ഒപ്പം തന്നെ പ്രതി രക്ഷപ്പെടുക പോലും ചെയ്യുമെന്നുള്ള സംശയത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസ് അതീവ രഹസ്യമായി കാര്യം വെച്ചത്. പക്ഷേ മൃതദേഹം എവിടെയുണ്ടെന്നുള്ള പോലീസിന്റെ വിവരം പോലീസ് ഇവിടെ തന്നെ ഉണ്ടെന്ന് ഉറപ്പിക്കുമ്പോഴും ഇത്രയും വർഷമായതുകൊണ്ട് തന്നെ വളരെ ശാസ്ത്രീയമായ പരിശോധന, ഈ മാലിന്യങ്ങൾ ഒക്കെ തന്നെ നീക്കിയാലും ഇത്തരത്തിലുള്ള ശാസ്ത്രീയ പരിശോധനയിലൂടെ ഈ മൃതദേഹം ലഭിച്ചാൽ തന്നെ പോലീസിന് അത്
കോടതിയിൽ സമർപ്പിക്കണമെങ്കിൽ ഇത്തരം തെളിവുകൾക്ക് അടിസ്ഥാനം കൂടി വേണം. അതുകൊണ്ട് ഈ അനുജ ചോദിച്ചതുപോലെ തന്നെ ആദ്യഘട്ടത്തിൽ ഈ ബന്ധുക്കളിലേക്ക് എങ്ങനെ എത്തി എന്നതിന്റെ കൂടി തെളിവാണ് ഊമക്കത്ത്. കാരണം ഊമക്കത്ത് എവിടെ നിന്ന് ലഭിച്ചു, ആരയച്ചു എന്നത് ഇതിനോടകം തന്നെ പോലീസ് മനസ്സിലാക്കിയിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ ഈ ബന്ധുക്കൾക്ക്, അതായത് നിലവിൽ കസ്റ്റഡിയിലുള്ളത് ഇയാളുടെ അടുത്ത ബന്ധുവാണ്, ഭർത്താവ് അനിൽകുമാറിന്റെ അടുത്ത ബന്ധുവാണ്. ഇവരെ കൂടാതെ പലർക്കും നാട്ടിലുള്ള പല സുഹൃത്തുക്കളും അറിയാമായിരുന്നു, ഈ കൊലപാതക വിവരം അറിയാമായിരുന്നു. അന്ന് അനിൽകുമാർ പറഞ്ഞത് അബദ്ധം പറ്റി എന്നുള്ള കാര്യമാണ്. കാറിൽ കഴുത്ത് ഞെരിച്ച് ഷാളിട്ട് കുരുക്കി കൊലപ്പെടുത്തിയ ശേഷം രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത ബന്ധുക്കൾ അതിനൊപ്പം നിന്നു എന്നാണ് അവർ പറയുന്നത്. ഇത് മറവ് ചെയ്യാൻ മാത്രം കൂടെ നിന്നു എന്നുള്ള കാര്യമാണ്. ഒപ്പം തന്നെ ഈ വിവാഹത്തിനെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ കൂടി പോലീസിന് സംശയമുണ്ട്. ഈ എന്തുകൊണ്ട് 2 മാസത്തിന് ശേഷം തന്നെ ഇയാൾ വിവാഹം നടത്തി, ഒപ്പം തന്നെ മറ്റു ചില കളവുകൾ കൂടി ഇയാൾ പല ബന്ധുക്കളോടും പറഞ്ഞു. ഈ സ്വത്ത് തർക്കം സംബന്ധിച്ച് അനിൽകുമാറിന്റെ കുടുംബത്തെ എന്തെങ്കിലും വിഷയങ്ങളുണ്ടോ, അതുമായി ബന്ധപ്പെട്ടാണോ ഇപ്പോഴുള്ള പുതിയ ഈ കൊലപാതക വിവരം, പഴയ സംഭവത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നതിന്റെ അടിസ്ഥാനം എന്താണ്? ഇത് ആദ്യഘട്ടത്തിൽ 2 മാസങ്ങൾക്ക് മുൻപ് സാധാരണഗതിയിലൊക്കെ തന്നെ പോലീസിന് ഇത്തരം ഊമക്കത്തുകളൊക്കെ കിട്ടുന്നത് സ്വാഭാവികമായി എപ്പോഴും കിട്ടുന്ന ഒരു സംഭവമാണ്. ഇങ്ങനെ പല കാര്യങ്ങളിലും പോലീസിനെ വഴിതിരിക്കാൻ വേണ്ടി, പോലീസിനെ പലപ്പോഴും മെനക്കെടുത്താൻ വേണ്ടി പല ഊമക്കത്തുകളും പലപ്പോഴും പല അന്വേഷണ ഉദ്യോഗസ്ഥർക്കും ലഭിക്കാറുണ്ട്. പക്ഷേ ഈ കേസിൽ ഇത് ജില്ലാ പോലീസ് മേധാവിക്ക് തന്നെ ഗൗരവം മനസ്സിലായത് പല കാര്യങ്ങൾ വ്യക്തമാക്കുമ്പോൾ അതിനൊക്കെ തന്നെ അടിസ്ഥാനമുണ്ടായിരുന്നു. പലപ്പോഴും പലതും ഈ കൂമക്കത്തിൽ സമർത്ഥിച്ചിരുന്നതിന് പലതിലും തെളിവുകൾ ഉണ്ടായിരുന്നു. ഒരു സ്ഥലത്തെ പറ്റി പറയുമ്പോൾ ആ സ്ഥലത്തിന്റെ അടയാളങ്ങൾ, ഒപ്പം തന്നെ എന്തിനു വേണ്ടി അത് ചെയ്തു അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഊമക്കത്തിനെ പൂർണ്ണമായും പോലീസിന് ഒരു തെളിവായി കോടതിയിലോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും കൊണ്ടുപോകാൻ കഴിയില്ല. അതിന് കൃത്യമായ തെളിവ് ശേഖരണം തന്നെ നടത്തണം. ഇത്രയും വർഷം പഴക്കമുള്ള ഒരു കേസായതുകൊണ്ട് തന്നെ തെളിവ് ശേഖരണത്തിന് അത്രത്തോളം സങ്കീർണത ഉണ്ട്. അത്രയും സങ്കീർണത ഉള്ളത് കൊണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട എലമെന്റ് ഈ മൃതദേഹം കണ്ടെത്തുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പോലീസ് ഇന്ന് ഉച്ചവരെയും ഈ വിവരം പുറം ലോകം എവിടെയും അറിയാത്ത രീതിയിൽ അതീവ രഹസ്യമായി, ഒപ്പം തന്നെ ഈ അന്വേഷണം ചെങ്ങന്നൂർ ഡിവൈഎസ്പിയുടെ പരിധിയിലായിട്ട് പോലും അമ്പലപ്പുഴ CI ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് അന്വേഷണ ഉദ്യോഗസ്ഥരൊക്കെ തന്നെ പലസ്ഥലങ്ങളിൽ മാറ്റിയിരുന്നു. എന്നിട്ടും പുതിയൊരു ഉദ്യോഗസ്ഥൻ, ജില്ലയിൽ വലിയ അറിവില്ലാത്ത, ജില്ലയെപ്പറ്റി ഈ സ്ഥലത്തെ പറ്റി പോലും വലിയ അറിവില്ലാത്ത ഒരു ഉദ്യോഗസ്ഥന് തന്നെ ഈ ചുമതല കൊടുത്തു. രഹസ്യ സ്വഭാവത്തോടുകൂടി ഈ കേസിന്റെ എല്ലാവിധ കാര്യങ്ങളും അന്വേഷിച്ചു. ഇതിനോടകം നിലവിൽ കസ്റ്റഡിയിലുള്ളത് 4 പേരാണെങ്കിലും ഇതിനോടകം 2 മാസങ്ങളായി 15ഓളം ആളുകളെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത് വിട്ടയച്ചു എന്നുള്ള വിവരമുണ്ട്. ഒപ്പം ഇനി ഈ കേസിൽ പരിസരത്തുള്ള മറ്റാർക്കെങ്കിലും കൂടി എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ അറിവായിട്ടുണ്ടോ, അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥരെ ആരെങ്കിലും അന്ന് സ്വാധീനിച്ചിട്ടുണ്ടോ, അത്തരത്തിലുള്ള കാര്യങ്ങൾ വേണം. ഒപ്പം തന്നെ ഈ കാറിലാണ് അനിൽകുമാർ അന്ന് ഇപ്പോൾ ഈ തിരച്ചിൽ നടക്കുന്ന വീട്ടിലേക്ക് മൃതദേഹം കൊണ്ടുവന്നത്. അങ്ങനെയാണെങ്കിൽ എവിടെ നിന്നാണ് ഈ കാറിൽ നിന്ന് മൃതദേഹം കൊണ്ടുവന്നത്? ഇത് അനിൽകുമാറിന് തന്നെ കാറായിരുന്നു. എവിടെ നിന്ന് കൊണ്ടുവന്നു? അനിൽകുമാർ അതിന്റെ കൂടെ മറ്റാരൊക്കെ ഉണ്ടായിരുന്നു? എന്തായിരുന്നു കൊലപാതകം നടത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ കൊലപാതകത്തിന്റെ ലക്ഷ്യം എന്താണ്? ഒപ്പം തന്നെ മറ്റൊരു സംശയം, ഈ കലയുടെ കുടുംബത്തിലെ ആർക്കെങ്കിലും ഇത് അറിയാമായിരുന്നു? അതുകൊണ്ട് തന്നെ, കാരണം ഒരു പരിധിക്കപ്പുറം കലയുടെ കുടുംബത്തിൽ നിന്ന് പോലും ഒരു പരാതി ഒരു തരത്തിലേക്ക് എത്തിയിട്ടില്ല. കാരണം ഒരു കുടുംബത്തിലെ ഒരു പെൺകുട്ടിയെ 20, 25, 27 വയസ്സ് സംബന്ധിച്ചും നമുക്ക് ചില വ്യക്തത കുറവുണ്ട്. ഈ കലയെ കാണാതാകുന്ന വിഷയത്തിലടക്കം പോലീസിൽ പരാതി, സാധാരണ രീതിയിലൊക്കെ തന്നെ ഒരു പെൺകുട്ടിയെ കാണാതായാൽ അവർ വലിയ അന്വേഷണ ഉദ്യോഗസ്ഥർക്കോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കോ ഒക്കെ തന്നെ അന്ന് അത്തരത്തിലുള്ള പരാതി കൊടുത്തിരുന്നു. എന്തുകൊണ്ട് ഈ മിസ്സിംഗ് കേസിന്റെ പുറകെ കലയുടെ ബന്ധുക്കളടക്കം ചില ആളുകൾ പോയില്ല? അവരെ ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചു, ഈ രീതിയിൽ തെറ്റിദ്ധരിപ്പിച്ചു? അതാണ് ഈ കലയുടെ കുടുംബത്തിൽ നിലവിൽ ആരാണ് ഉള്ളത്? അവരും മാന്നാർ സ്വദേശിനി തന്നെയാണോ? നമുക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇവരുടെ വിശദാംശങ്ങൾ ഉണ്ടോ? ഒപ്പം നാട്ടുകാർക്ക് എന്തെങ്കിലും ഇതേക്കുറിച്ചൊക്കെ പറയാനുണ്ടാകുമല്ലോ. ഒരാളെ പെട്ടെന്ന് കാണാതാകുന്നു, ഇയാൾ കഥ മെനഞ്ഞത് നമ്മൾ വാർത്തയായി നൽകുന്നുണ്ട്, ഒളിച്ചോടിയതാണ്, കാണാതായതല്ല എന്ന് അനിൽകുമാർ പറഞ്ഞിരിക്കുന്ന കാര്യം. അപ്പോൾ ഇതേക്കുറിച്ചൊക്കെ നാട്ടുകാരുടെ കൂടി അഭിപ്രായം എന്താണ്? നമുക്കിത് ചോദിച്ചറിയാനുള്ള സമയം കിട്ടിയോ മനീഷ്? ഒപ്പം കുടുംബാംഗങ്ങളുടെ വിശദാംശങ്ങൾ, കലയുടെ. അനുജ, ഈ അനിൽകുമാർ പറയുന്ന കഥ, അന്ന് പറഞ്ഞ കഥയെ സംബന്ധിച്ച് ചില ആളുകൾ പറയുന്ന കാര്യമാണ്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞതുകൊണ്ട് തന്നെ അന്നുണ്ടായിരുന്ന ആളുകൾ ഇന്ന് പറയുന്ന കാര്യങ്ങൾക്കൊക്കെ തന്നെ പല വിധത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകും, അല്ലെങ്കിൽ ആ കാര്യങ്ങൾ ഓർമ്മയുള്ള ആളുകൾ
അങ്ങനെയൊക്കെ തന്നെ വലിയ സംശയങ്ങളുണ്ട്. ഒപ്പം തന്നെ ഇത് അന്ന് വലിയൊരു വിവാദമായ ഒരു തിരോധാനമാകാതിരുന്നതിന്റെ കാരണം ഇങ്ങനെ ഇതിന്റെ പിന്നിൽ ഇങ്ങനെ ഒരു കാര്യം മെനഞ്ഞതാണ്. സാധാരണഗതിയിൽ ഒരാളെ കാണാതാകുമ്പോൾ അതൊരു വലിയ ചർച്ചയാവുകയും വലിയ വാർത്തയാവുകയും ഒക്കെ തന്നെ ചെയ്യും. പക്ഷെ അന്ന് ഇത് ഒരു സ്ത്രീ ആയതുകൊണ്ട് തന്നെ വേറെ പല വ്യാഖ്യാനങ്ങളും അതിൽ കൊണ്ടുവന്നു. ആ രീതിയിൽ തെറ്റായ ചില വ്യാഖ്യാനങ്ങൾ, തെറ്റായ കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞു. അങ്ങനെ വളരെ സമൃദ്ധമായിട്ടുള്ള കഥ മെനഞ്ഞു എന്നുള്ള വിവരം ലഭ്യമായിട്ടുണ്ട്. കലയെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ കൂടുതൽ പോലീസ് പുറത്തുവിട്ടിട്ടില്ല. ഈ അന്വേഷണത്തിന്റെ പുരോഗതിയെ അത് ബാധിക്കും. അന്വേഷണത്തെ അത് ഇപ്പോൾ വരുന്ന വാർത്തകളിലടക്കം ചില കാര്യങ്ങൾ ഇപ്പോൾ പുറത്തുള്ള ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള പല ആളുകൾക്കും അത് സഹായകമാകും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് പോലീസ് പല കാര്യങ്ങളും പുറത്തുവിടാത്തത്. ഇപ്പോഴും മാധ്യമങ്ങളോട് ജില്ലാ പോലീസ് മേധാവി ഇത് സംബന്ധിച്ചുള്ള പല കാര്യങ്ങളും നമ്മൾ പറയരുത് എന്നാണ്. അത്തരത്തിൽ പറയാൻ പാടില്ലാത്ത പല കാര്യങ്ങളും നമ്മൾ പുറത്തുവിടുന്നില്ല. അങ്ങനെയുള്ള പല കാര്യങ്ങളും ഇപ്പോഴും ഇതിന്റെ പിന്നിലുണ്ട്. എന്താണെങ്കിലും മൃതദേഹം അവിടെ കൊലപാതകമാണെങ്കിൽ മൃതദേഹം ആദ്യം ലഭ്യമാകട്ടെ, എന്നിട്ട് പോലീസ് കൃത്യമായ കാര്യങ്ങൾ മാധ്യമങ്ങളോട് പുറം ലോകത്ത് എന്താണ് നിജസ്ഥിതി, എന്താണ് യാഥാർത്ഥ്യം, 15 വർഷങ്ങൾക്ക് മുൻപ് ആലപ്പുഴ മാന്നാറിൽ ഈ കല എന്ന യുവതിക്ക് എന്താണ് സംഭവിച്ചത് അടക്കമുള്ള കാര്യങ്ങൾ വ്യക്തത വരുത്തും. പക്ഷേ ഇപ്പോൾ മാധ്യമങ്ങൾ ജാഗ്രത പാലിക്കണം. ഒപ്പം തന്നെ അവിടെയുള്ള നാട്ടുകാരടക്കമുള്ള ആളുകൾക്ക് ജാഗ്രത വേണം. ഈ നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് അറിവുള്ള പല ആളുകളും ഇപ്പോഴും അവിടെയുണ്ട്. എന്താണ് ഇതിന്റെ യാഥാർത്ഥ്യം എന്നത് അറിയാൻ ഇത്രയും വർഷമായതുകൊണ്ട് തന്നെ പോലീസിന് തെളിവുകൾ ശേഖരിക്കുന്നതിലൊക്കെ തന്നെ ചില പ്രശ്നങ്ങളുണ്ട്. ആദ്യമേ ഈ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ഈ മൃതദേഹം കണ്ടെടുക്കാനുള്ള നടപടികൾ പുരോഗമിക്കുന്നു. ഇന്ന് പോലീസിന് ലഭിച്ചിട്ടുള്ള നിർദ്ദേശം എത്ര രാത്രിയാണെങ്കിലും ഇന്നത്തെ ദിവസം തന്നെ ഈ സെപ്റ്റി ടാങ്ക് മുഴുവൻ പരിശോധിക്കണമെന്നുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം എത്ര രാത്രിയാണെങ്കിലും ശാസ്ത്രീയമായി തന്നെയുള്ള പരിശോധനകൾക്കുള്ള സഹായം സംഘം പോലീസിനൊപ്പമുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് എത്ര രാത്രിയാണെങ്കിലും ഇന്ന് ഈ സെപ്റ്റി ടാങ്ക് പരിശോധന പൂർത്തിയാക്കും എന്നുള്ള വിവരമുണ്ട്. ഒപ്പം തന്നെ മറ്റു ചില സംശയ സ്ഥലങ്ങൾ കൂടിയുണ്ട്. ഈ ഊമക്കത്തിലെ സ്ഥലമാണ് സെപ്റ്റി ടാങ്ക്. ഈ കസ്റ്റഡിയിലുള്ള ആളുകൾ പറഞ്ഞ സ്ഥലം ഇത് തന്നെയാണെന്നാണ് പോലീസ് പറയുന്നത്. പക്ഷേ ഇതിനൊക്കെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പോലീസ് ഔദ്യോഗികമായി പുറത്തുവിടാത്ത വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുമ്പോൾ അത്തരത്തിലുള്ള വിവരങ്ങൾ ലഭ്യമാകും. ചില കാര്യങ്ങൾക്ക് ചില സ്ഥിരീകരണം, ചില വ്യക്തത കുറവ് ആദ്യഘട്ടത്തിൽ ഉണ്ടാകും. കാരണം നമ്മൾ ഇപ്പോൾ പങ്കുവയ്ക്കുന്ന വിവരങ്ങൾ പ്രാഥമികമായി പോലീസ് പറയാത്ത അനൌദ്യോഗികമായ വിവരങ്ങളാണ് പറയുന്നത്. പക്ഷേ ഈ ഒരു കാര്യം ഉറപ്പാണ്, ഈ മാന്നാറിലേത് കൊലപാതകമെന്ന് പോലീസ് ഏറെക്കുറെ ഉറപ്പിച്ചു. പ്രതി അനിൽകുമാർ ആണെന്നും ഉറപ്പിച്ചു. പക്ഷെ അനിൽകുമാർ മാത്രമാണോ, ഈ മൃതദേഹം എവിടെയുണ്ട്, ആർക്കൊക്കെ പങ്കുണ്ട്, എത്ര പേർക്ക് പങ്കുണ്ട്, എന്തിനായിരുന്നു കൊലപാതകം, എപ്പോഴായിരുന്നു, എവിടെ വെച്ചായിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇനി പോലീസിന് അറിയേണ്ടത്. അതിന്റെ തെളിവുകളാണ് ഇനി പോലീസിന് ശേഖരിക്കേണ്ടത്. അനുജ, ഇയാളെ ഇസ്രായേലിൽ നിന്ന് കൊണ്ടുവരാനുള്ള നീക്കങ്ങൾ എങ്ങനെയാണ് പോലീസ് നടത്തുന്നത്? ഈ വിവരങ്ങളൊക്കെ ഇയാൾ ഒരുപക്ഷെ അറിഞ്ഞിട്ടുണ്ടാകാം. അയാൾ രക്ഷപ്പെട്ടു പോകാതിരിക്കാനുള്ള തന്ത്രങ്ങൾ അതും പോലീസിനോടൊപ്പം തന്നെ മെനഞ്ഞിട്ടുണ്ടാകില്ലേ? അനുജ, അതൊക്കെ തന്നെ എന്താണെങ്കിലും പോലീസ് മെനഞ്ഞിട്ടുണ്ടാവും. ഇത്തരത്തിലുള്ള കേസുകളൊക്കെ തന്നെ കൈകാര്യം ചെയ്ത് പരിചയമുള്ള ആളാണ് ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി. സ്വാഭാവികമായും മറ്റു മുതിർന്ന ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരോട്, DGP അടക്കം ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ തേടിയിരിക്കും. നിയമ ഉപദേശം അടക്കം തേടി. കാരണം മറ്റു ഒരു രാജ്യത്തുള്ള പ്രതിയെ സ്വന്തം രാജ്യത്തേക്ക് എത്തിക്കുന്നതിനടക്കം പോലീസിന് ചില പരിധികളുണ്ട്. അത്തരം കാര്യങ്ങളിൽ നിയമവരെ പാലിക്കേണ്ട ബ്ലൂ കോർണർ, റെഡ് കോർണർ നോട്ടീസ് അടക്കമുള്ള കാര്യങ്ങളുണ്ട്. ഇത്തരം നോട്ടീസുകൾ പുറപ്പെടുവിച്ച് കൊണ്ടുവരണമെങ്കിൽ പ്രതി ഒളിവിലാകുന്ന ഘട്ടത്തിലാണ് അങ്ങനെ ഒരു നോട്ടീസ് ഔദ്യോഗികമായ ഒരു 15 വർഷം മുൻപാണ് ആലപ്പുഴ മാന്നാറിൽ നിന്ന് കാണാതായ കല എന്ന പെൺകുട്ടിയെ കൊന്നു കുഴിച്ചുമൂടിയെന്ന സംശയം ഉയർന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ കലയുടെ ഭർത്താവ് അനിൽകുമാറിന്റെ ബന്ധുക്കൾ ഉൾപ്പെടെ 4 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. തുണി കഴുത്തിൽ ചുറ്റിയാണ് കൊലപാതകം നടത്തിയത് എന്നതാണ് കസ്റ്റഡിയിലുള്ളവരുടെ മൊഴി. ഭർത്താവ് അനിൽകുമാർ ഇസ്രയേലിലാണുള്ളത്. അയാളെ ഈ നാട്ടിലേക്ക് എത്തിക്കാനുള്ള നടപടികൾ പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. മൃതദേഹം കാറിൽ കൊണ്ടുവന്നത് കണ്ടുവെന്ന് പോലീസിന് കസ്റ്റഡിയിലുള്ളവർ മൊഴി നൽകിയിട്ടുണ്ട്. യുവതിയെ കുഴിച്ചുമൂടിയെന്ന് സംശയിക്കുന്ന സെപ്റ്റിക് ടാങ്ക് കുഴിച്ച് പോലീസ് പരിശോധന